നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 15/4/2025 കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 2-ാം തീയതി ഉത്തരായന കാലം വസന്ത ഋതുവിൽ കൃഷ്ണപക്ഷ ദ്വിതീയയിൽ ചൊവ്വാഴ്ചയും വിശാഖം നക്ഷത്രവും വരുന്ന ദിവസം പകൽ 6:18 സൂര്യോദയവും 6:32 PM സൂര്യ അസ്തമനവും രാഹുകാലം 3:28 മുതൽ 5 മണി വരെയും ഗുളികകാലം 12:25 PM മുതൽ 1:56 PM വരെയും യമകണ്ഠകാലം 9:21 AM മുതൽ 10:53 AM വരെയും അഭിജിത്ത് മുഹൂർത്തം 12:01 PM മുതൽ 12:23 PM വരെയും 12:27 PM മുതൽ 12:49 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം മീനം രാശിക്കാർക്ക്. ഇനി ചൊവ്വാഴ്ച ആയതുകൊണ്ട് വിശാഖം നക്ഷത്രവുമായതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. ഇനി നമുക്ക് രാശിചക്രം ഒന്ന് പരിശോധിക്കാം. ഉദയം വന്നിരിക്കുന്നത് മേടത്തിലും, സൂര്യനും മേടത്തിൽ, ചന്ദ്രൻ തുലാത്തിൽ, കുജൻ കർക്കിടകത്തിൽ, ബുധൻ മീനത്തിൽ, ഗുരു ഇടവത്തിൽ, ശുക്രനും മന്ദനും സർപ്പിയും മീനൻ രാശിയിലും, കേതു കന്നി രാശിയിലുമായി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയമാവട്ടെ കർക്കിടകൻ രാശിയിലാണ്. ഇനി നമുക്ക് 27 നക്ഷത്രക്കാർക്കും ഈ ഗ്രഹനില പ്രകാരം എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, ഇനി എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പണമിടപാടുകളിൽ ശത്രുത വരാതെ ശ്രദ്ധിക്കണം. ഡിഫൻസിലോ സെക്യൂരിറ്റിയിലോ പോലീസിലോ ഒക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവരുടെ കാര്യസാധ്യത വരുന്ന ദിവസമാണ്. ബിസിനസ്സിൽ പണം മുടക്കി വരുമാനം വർദ്ധിപ്പിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വസ്തുവകകൾ തിരിച്ചു കിട്ടുവാനിടയുണ്ട്. ആശയം തേടി വരുന്നവരെ സഹായിക്കുന്നില്ല, ആശ്രയം തേടി വരുന്നവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കും. പുതിയ വാസസ്ഥലം ഉടനടി വാങ്ങുകയോ അല്ലെങ്കിൽ അവിടേക്ക് വാങ്ങിയ സ്ഥലത്തേക്ക് മാറുകയോ ചെയ്യും. കലാപ്രവർത്തകർക്ക് മികച്ച രീതിയിലുള്ള കരാറുകൾ ലഭിക്കാം. വാഹനാദി സുഖോപകരണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. വേണ്ടപ്പെട്ടവരുടെ ദുരവസ്ഥയിൽ ക്ലേശിക്കുക മാത്രമല്ല, അവരെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കർമ്മപദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് കീഴ് ജീവനക്കാരിൽ നിന്നും ചില ദോഷ അനുഭവങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും അതൊന്നും കാര്യമാക്കാതെ കർമ്മനിരതരായി ജോലി ചെയ്യുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. ലോൺ എടുത്ത് കാര്യങ്ങൾ നടത്തണമെന്നുള്ളവർക്ക് ലോണൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വളരെ സാത്വികമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് സ്വജനങ്ങൾ ഭിന്നിച്ചു നിൽക്കുവാൻ ഇടവരും. അതുകൊണ്ട് സ്വജനങ്ങളുമായി നല്ല രീതിയിൽ പെരുമാറി എല്ലാവരെയും ഐക്യത്തിൽ കൊണ്ടുവരുവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ സഹായവും മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും ആശ്രയവും തേടാവുന്നതാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം കഴിക്കുന്നതും ശാസ്താവിന് എള്ളു പായസമോ എള്ള് നിവേദ്യമോ ഒക്കെ കഴിക്കുന്നത് അല്പം നല്ലതായിരിക്കും. പൊതുവെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ചെമ്പവിഴമോ ഒക്കെ ധരിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ കലാ മത്സര പ്രകടനങ്ങളിൽ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയും പരീക്ഷകൾക്ക് തയ്യാറാകുവാനുള്ള അവസരവും ലഭിക്കും. അധികാരസ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കീഴ്ജീവനക്കാരുടെ മത്സരം കണ്ട് പൊറുതിമുട്ടേണ്ടതായി വരും. പണയം സംബന്ധിച്ച കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകൾ വന്നു ചേരും. വാക്കുകൾ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കുന്നത് നന്നായിരിക്കും. വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. തൻ്റെ അസാന്നിധ്യം കൊണ്ട് തേടി വന്ന ചില ഗുണാനുഭവങ്ങൾ ലഭിക്കാതെ പോകും. പ്രതീക്ഷിക്കുന്ന ഗുണാനുഭവം കിട്ടാൻ കാത്തിരിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെടുന്ന അലസതാ മനോഭാവം മാറിക്കാണുന്നതിനായി മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഗുണഫലങ്ങൾ നൽകും. ചൊവ്വാഴ്ചയായതുകൊണ്ട് കുടുംബപരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം കഴിക്കുന്നതും വളരെ ഉത്തമമാണ്. മിഥുനം രാശി. പരീക്ഷകൾക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പരീക്ഷാർത്ഥികൾക്ക് അല്പം കടുത്ത പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വരും. പഠിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഓർമ്മ വരാതിരിക്കുകയും അല്പസമയത്തേക്ക് എല്ലാം എന്തോ ഒരു അവ്യക്തത അനുഭവപ്പെടുകയും ചെയ്യും. മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുകയും പറഞ്ഞ സമയത്ത് എല്ലാം ഒരു സിനിമാ കഥ പോലെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിക്കും. അമ്മയുടെ അനുഗ്രഹം അപ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ശക്തി പോലെ അനുഭവപ്പെടും. അപ്പോൾ പരീക്ഷ എല്ലാം പാസ്സായി കഴിയുമ്പോൾ അമ്മയെ പ്രത്യേക നാമം ജപിക്കുകയോ പ്രാർത്ഥന ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തുകയോ ചെയ്യാം. അത് ഓരോരുത്തരും അവരുടെ ഭക്തിപൂർവ്വം ത്രിശതി ജപിച്ചാൽ പോലും മൂകാംബിക സ്തുതികൾ ജപിച്ചാൽ പോലും അമ്മയ്ക്ക് സന്തോഷം തന്നെയാണ്. ഇനി മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വർക്ക്ഷോപ്പോ വ്യവസായമോ തുടങ്ങണമെന്നുള്ളവർക്ക് അനുകൂല അവസരം വന്നു ചേരും. കുടുംബജീവിതത്തിൽ അല്പം സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു. മതപരമായ ആഘോഷങ്ങളിൽ നേതൃത്വം വഹിക്കും. വേണ്ടപ്പെട്ടവരുടെ വിശ്വാസക്കുറവ് അല്പം മനസ്താപത്തിന് ഇടവരുത്തുമെങ്കിലും ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന ഭാവത്തിൽ പെരുമാറുന്നത് നന്നായിരിക്കും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതുപോലെ ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സാധ്യതകൾ വന്നു ചേരും. പച്ചക്കറി കൃഷിയിൽ നിന്നും അതുപോലെ കാർഷിക വിളകളിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും ഒക്കെ അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ ജലധാര കഴിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. കർക്കിടകം രാശി. ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും പല സഹായങ്ങളും പ്രതീക്ഷിക്കാം. രോഗബാധിതർക്ക് ആരോഗ്യം വീണ്ടു കിട്ടുന്ന സമയമാണ്. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ലഭിക്കും. വിവാഹ കാര്യങ്ങൾ മോടിയാക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും അതുവഴി അല്പം മനസ്സന്തോഷം ലഭിക്കുകയും ചെയ്യും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും. ബിസിനസ് രംഗത്തെ കിടമത്സരം കൊണ്ട് മനസ്സ് കലുഷിതമാകാനിടയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. കലഹത്തിന് വഴിയൊരുങ്ങും. ദാമ്പത്യത്തിലെ ചില ദോഷ സമയങ്ങൾ മാറിക്കിട്ടും. വാഹനവുമായി ബന്ധപ്പെട്ടവർക്കും വ്യാപാരികൾക്കും ജീവനക്കാർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുവാനുള്ള അവസരം വന്നു ചേരും. ചൊവ്വാഴ്ചയായതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും സ്വാമിക്ക് വിളക്ക് തെളിക്കുന്നതും പനിനീരഭിഷേകമൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. ചുവന്ന വസ്ത്രം ധരിക്കുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിലോ കുടുംബപരദേവതാ ക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും.
ചിങ്ങം രാശി. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുഴുകുവാനും പരീക്ഷയ്ക്ക് തയ്യാറാകുവാനും കൂട്ടിച്ചേർന്നുള്ള പഠനം നടത്തുന്നതിനും അവസരം വന്നു ചേരും. IT മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ആലോചനയില്ലാതെ തീരുമാനങ്ങൾ ഒന്നും എടുക്കരുത്. ഒരു വട്ടം ആലോചിക്കുകയല്ല, 1-2 വട്ടം ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം വ്യക്തമായ തീരുമാനമെടുക്കാവൂ. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ അല്പം ശ്രദ്ധിക്കണം. സംഘടനാ പ്രവർത്തന രംഗത്ത് ശോഭിക്കുവാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തനങ്ങൾ കടിഞ്ഞാണിടുന്ന നിർദ്ദേശങ്ങൾ കിട്ടിയെന്ന് വരും. അപ്പോൾ ഒന്ന് കാത്തിരുന്ന് വളരെ സംയമനത്തോടെ ജോലികൾ ചെയ്യുക. പോലീസ്, പട്ടാളം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റത്തിന് സാധ്യത കാണുന്നു. പ്രതീക്ഷിച്ചവന്ന് വിചാരിച്ചു വച്ചിരിക്കുന്ന ധനം വന്നു ചേരും. ആഭരണങ്ങളും വസ്ത്രങ്ങളും അധീനതയിലാവും. മംഗളകർമ്മങ്ങൾ ഭംഗിയായി നടത്തും. അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന വാഹന മാറ്റം ഇവ സാധ്യമാവും. അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനുള്ള യോഗം വരെ വന്നു ചേരും. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിക്കുന്നതും ശിവഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക് തെളിക്കുക, പനിനീരഭിഷേകം ചെയ്യുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതിക്കൂട്ട് സമർപ്പിക്കുക, ഗുരുതി പൂജയിൽ പങ്കെടുക്കുക, ഭദ്രകാളി സ്തവം ജപിക്കുക ഒക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തുന്നതിന് സഹായകമാകും. കന്നിക്കൂറ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടവർക്ക് പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർ ശരിയായ നിർദ്ദേശം കിട്ടാതെ വിഷമിക്കുന്നതായി കാണാം. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് കാര്യങ്ങൾ അനുകൂലമാകുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിപുലീകരിക്കുന്നതിന് സാധ്യതയുണ്ട്. ജോലിയിൽ മാറ്റത്തിനോ പ്രമോഷനോ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം വന്നു ചേരും. അലസത ശത്രുവിനെ പോലെ പിന്തുടരുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് സ്വാധീനം വർദ്ധിക്കും. വീട്ടിൽ മരാമത്ത് പണികൾ നടത്തുകയോ വീട് പുതുക്കിപ്പണിയുകയോ വീടിന് കല്ലിടുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. വാരം കോരുകയോ അതിനുള്ള വീട് പണിക്ക് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും പറ്റിയ ദിവസമാണ്. ട്രാവൽ ഏജൻസികളോ സ്റ്റാർ ഹോട്ടലുകളോയി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും. ലോൺ എടുത്ത് വാഹനം വാങ്ങണമെന്നുള്ളവർക്കും കാര്യസാധ്യതയുള്ള ദിവസമാണ്. ചില്ലറ രോഗങ്ങൾ പിടിപെട്ടവർക്ക് അത് മാറിക്കിട്ടുകയും കുറച്ച് ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. പാതി വഴിക്ക് മുടങ്ങിപ്പോയ കാര്യങ്ങൾ പുനരെടുത്ത് ചെയ്യുന്നതിനുള്ള അവസരവും വന്നു ചേരും. രാശിനാഥിയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭദ്രകാളി സ്തവം കൂടി ജപിക്കുന്നത് നല്ലതാണ്. ഭദ്രകാളി അമ്മയ്ക്ക് സുബ്രഹ്മണ്യ സ്വാമിക്കും ദീപം തെളിച്ച് പ്രാർത്ഥിക്കുകയും കുടുംബപരദേവതയ്ക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുന്നതും വളരെ വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാനും അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുവാനുമുള്ള സാധ്യതകൾ വന്നു ചേരും. സ്വന്തം കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് അല്പം മനപ്രയാസം അനുഭവിക്കേണ്ടതായ സാഹചര്യം വരുമെങ്കിലും ഇച്ഛാശക്തിയോടെയും ക്രിയാശക്തിയോടെയും കർമ്മങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹമുണ്ടാവും. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് എല്ലാ അനുഗ്രഹങ്ങളും നൽകും. മേലധികാരികളുടെ നീരസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വഞ്ചിതരാവാനുള്ള, അതായത് ഏറ്റവും വിശ്വസിക്കുന്നവരിൽ നിന്നും വഞ്ചന അനുഭവപ്പെടാനും യോഗമുണ്ട്. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയും സ്നേഹിതരുടെ വഞ്ചനയും താങ്ങാനാവാതെ മനസ്സ് കലുഷിതമാകുമ്പോൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയോ നമഃശിവായ ജപിക്കുകയോ ചെയ്യുക. എല്ലാം ശാന്തമായി തീരും. പ്രതീക്ഷിക്കാത്ത ആദായം ബിസിനസ്സിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല.
അപ്പോഴും വിഷമിക്കാതെ അല്പം കൂടി കാത്തിരുന്ന് ശൈലി ഒന്ന് മാറ്റി ചെയ്യുമ്പോൾ പ്രവർത്തന വിജയം ഉണ്ടാവും. അതുവഴി സാമ്പത്തികവും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് കലാ സാംസ്കാരിക രംഗങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും. ആക്ഷേപങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദായം കുറയുന്നതോടുകൂടി എല്ലാവരിലും വിശ്വാസ്യത കുറയുകയും കൂട്ടുകച്ചവടത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം വരികയും ചെയ്യും. ജോലിസ്ഥലത്ത് സ്വന്തം അഭിപ്രായങ്ങൾക്ക് ആദരവും പരിഗണനയും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് കലാ സാംസ്കാരിക രംഗങ്ങളിൽ അനുമോദനവും ആശംസകളും അംഗീകാരവും ലഭിക്കുന്നതാണ്. കച്ചവടത്തിൽ നിന്ന് അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് കളം മാറ്റി പ്രവർത്തനം ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ രംഗങ്ങളിലും ഉത്കർഷയോടെ പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിന് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി ചെയ്യുക. അല്പം സമയം കാത്തിരുന്നാലും വിജയം സുനിശ്ചിതമാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദുർഗാദേവിയുടെയും ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലോ കൃഷിയിലോ ഉദ്ദേശിച്ച ഗുണം കിട്ടിയെന്ന് വരില്ല. സീസൺ ഉദ്ദേശിച്ചു തുടങ്ങിയ ചെറുകിട കച്ചവടം തൽക്കാലം പൂർണ്ണമായി നിർത്തേണ്ടതായ ഒരു സാഹചര്യം വരും. എങ്കിലും നഷ്ടത്തിൽ വിടാതെ പറ്റിയവരെ ഏൽപ്പിച്ചു കൊടുത്ത് തൊഴിൽ നടത്തിക്കൊണ്ടു പോകുന്നതാണ് നല്ലത്. മാതാവിൽ നിന്നോ തൽസ്ഥാനീയരിൽ നിന്നോ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരെ തൊഴിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമാവും. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ക്രയവിക്രയം ഉറപ്പിക്കുക. വാഹനങ്ങളിൽ നിന്നോ വാടക ഇനത്തിലോ ധനപരിവർധന ഉണ്ടാവാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനനഷ്ടം വരുമെങ്കിലും അംഗീകാരവും പ്രോത്സാഹനവും പുതിയ അവസരങ്ങളും വന്നു ചേരുമ്പോൾ ധനനഷ്ടം അത്ര കാര്യമായി എടുക്കേണ്ടതില്ല. അന്തസ് കളഞ്ഞുള്ള സംസാരം വളരെ ശ്രദ്ധിക്കണം. പിന്നീടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ അത് വളരെ ദോഷം ചെയ്യും. ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി വന്നു ചേരും. അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകും. ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ നിവേദ്യം, തൃക്കൈ വെണ്ണ സമർപ്പിക്കുന്നത്, പാൽപ്പായസ നിവേദ്യം കഴിക്കുന്നത്, ഭദ്രകാളി അമ്മയ്ക്ക് ഗുരുതി പൂജ നടത്തുന്നത്, ഭദ്രകാളിപ്പത്ത് ജപിക്കുന്നത്, ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുന്നതൊക്കെ കൂടുതൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു പനിനീര് അഭിഷേകം കൂടി കഴിച്ചാൽ എല്ലാം മംഗളമായി തീരുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകാരവും ശ്രേയസ്സും ലഭിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് വെച്ച് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതോടൊപ്പം പുതിയ പ്രവർത്തനത്തിനുള്ള ഒരു അവസരവും കൂടി വന്നു ചേരും. മറ്റുള്ളവരുടെ പണം എടുത്ത് കൈകാര്യം ചെയ്യാനുള്ള അവസരം ലഭിക്കും. ലോണുകളോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ എളുപ്പത്തിൽ ലഭിക്കും. ബിസിനസ് പാർട്ട്ണർ മുഖേന നേട്ടമുണ്ടാകാനിടയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. മത്സരങ്ങളെ അതിജീവിച്ച് കച്ചവടത്തിൽ മുന്നേറും. പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ ധനാഗമം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് സന്തോഷവും സമാധാനവും സൽകീർത്തിയും വരുന്ന വിജയം മുന്നിൽ കാണാം. ആ വിജയസാധ്യത ഉറപ്പുവരുത്തുന്നതിനായി പ്രാർത്ഥനകൾ ചെയ്യുന്നതും ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നന്നായിരിക്കും. പ്രധാന വ്യക്തികളുമായി സൗഹൃദത്തിനുള്ള അവസരം ലഭിക്കും. ഔദ്യോഗിക പദവി കൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. സഹപ്രവർത്തകരിൽ നിന്നും അല്പം ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ആകമൊത്തം സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് മാല ചാർത്തുമ്പോൾ വെറ്റിലമാലയോ വടമാലയോ ചാർത്തുമ്പോൾ, അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് കഴിച്ച് ഭദ്രകാളി അമ്മയ്ക്ക് ഒരു ചുവന്ന പട്ടൊക്കെ സമർപ്പിക്കുമ്പോൾ, ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്.
മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർ മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും പിടിച്ചു പറ്റും. മത്സരമുണ്ടായാലും വ്യാപാരത്തിൽ നിന്നും ആദായം ലഭിക്കും. ജനങ്ങൾക്കിടയിൽ അംഗീകാരം വർദ്ധിക്കും. ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിക്കുമെങ്കിലും സ്ഥലം മാറ്റത്തോടൊപ്പം അല്പം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധന ചെലവിനുള്ള അവസരം കൂടി വന്നു ചേരും. ചിലവ് അധികരിക്കുമെങ്കിലും പ്രതാപത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല. ജീവിതത്തിന്റെ നാനാ മേഖലകളിലുള്ളവരുടെ സൗഹൃദം ആർജിക്കാൻ കഴിയുന്ന ഒരവസരം വന്നു ചേരും. ഇടയുള്ളതിനാൽ വാഹന സഞ്ചാരം, ഭക്ഷണ പാനീയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യാത്രക്കിടയിൽ ഭക്ഷണപാനീയങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു കഴിക്കുന്നത് നന്നായിരിക്കും. പ്രസുകാർക്കും പ്രസാധകർക്കും വളരെ സന്തോഷം നൽകുന്ന കാര്യശേഷിയും അല്പം മേധാവിത്വവും പ്രകടിപ്പിക്കുവാനുള്ള മേഖലാ മത്സരങ്ങൾ വന്നു ചേരും. അതിലൊക്കെ വിജയസാധ്യതയും കാണുന്നു. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും. മനസ്താപമുണ്ടാകുന്ന സന്ദേശങ്ങളോ വാക്കുകളോ ശ്രവിക്കാനിടയായാൽ അതിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. കഴിവുകൾ അംഗീകരിക്കേണ്ട സമയമാകുന്നതേ ഉള്ളൂ. ആ സമയമാറ്റം ഉടനെ തന്നെ ആഗതമാകുന്നതാണ്. സുഹൃത്തുക്കളുമായി മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും. പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിനായി രാശിനാഥനായ വിഷ്ണുമായ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. തൃപ്രയാർ ക്ഷേത്രത്തിൽ പോയി ചേതൻ ക്ഷേത്രത്തിൽ ചതുസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അവിടെ യഥാശക്തി വഴിപാട് കഴിക്കുന്ന മീനൂട്ടൊക്കെ നടത്തുന്നതും വളരെ നന്നായിരിക്കും. കുംഭം രാശി. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിസ്ഥലത്ത് സ്വന്തം അഭിപ്രായങ്ങൾക്ക് ആദരവും പരിഗണനയും ലഭിക്കും. എല്ലാ രംഗങ്ങളിലും ഉത്കർഷയോടെ പ്രവർത്തിക്കും. കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ജീവിതത്തിന്റെ നഷ്ടബോധം സദാ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ പറഞ്ഞു തീർക്കുന്നതിന് അവസരം വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ അവസരം വന്നു ചേരും. അവനവന്റെ കഴിവുകൾക്കപ്പുറമായി ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനാവും. വിശ്വസിക്കുന്നവരാൽ വഞ്ചിതരാവാനുള്ള കാലഘട്ടമാണ്. ഔദ്യോഗിക മേലധികാരികളുടെ നീരസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കൊത്ത ആദായം കിട്ടിയെന്ന് വരില്ല. തന്നെക്കുറിച്ച് ദുഷ്പേരുണ്ടാക്കാൻ ചിലരുണ്ടായെന്ന് വരും. വിദ്യാർത്ഥികൾക്ക് കലാ സാംസ്കാരിക രംഗങ്ങളിൽ കൂടുതൽ ശോഭിക്കുവാൻ കഴിയും. എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നെയ്ദീപം തെളിക്കുന്നത്, നരസിംഹസ്വാമിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാവിധ സൽഫലങ്ങളും നൽകും. കഴിയുന്നതും ഇളം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഭദ്രകാളിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും ഗുരുതിക്കൂട്ട് സമർപ്പിക്കുന്നതും എല്ലാം ഗുണഫലങ്ങൾ നൽകും. മീനം രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ നിർവഹിക്കേണ്ട ജോലികൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. വീടോ വാഹനമോ അധീനതയിൽ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിയും. വ്യാപാരത്തിൽ നോട്ടക്കുറവ് പോലെ നഷ്ടം സംഭവിക്കാൻ ഇടവരും. വിവാഹ ജീവിതം സുഖപ്രദമാവും. പ്രധാനപ്പെട്ട ചില രേഖകൾ കൈവശം വന്നു ചേരും. കിട്ടാനുള്ള പണം യഥാസമയം കിട്ടിയെന്ന് വരില്ല. അധ്യാപക ജോലിയുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നുകൂടും. സ്റ്റുഡിയോകളുമായി ബന്ധപ്പെട്ടവർക്ക് ഫോട്ടോഗ്രാഫിക്കുള്ള നവീന ഉപകരണങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സാധ്യത വന്നു ചേരും. ജോലിയിൽ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മൂലം മനപ്രയാസം അനുഭവിക്കേണ്ടതായ സാഹചര്യം വരും. എല്ലാം മനസ്സംയമനത്തോടെ ഓരോ കാര്യങ്ങളെയും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. തളരാതെ മുന്നോട്ട് പോകാൻ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാകും. ചൊവ്വാഴ്ചയായതിനാൽ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ഭദ്രകാളി സ്തവം ജപിക്കുന്നത് ഒക്കെ എല്ലാവിധ നന്മകളും നിലനിർത്തി കിട്ടും. ജോലിയിൽ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം വരെ പ്രതീക്ഷിക്കുക. തളരാതെ മുന്നോട്ട് പോവുക. പല കാര്യങ്ങളും വേണ്ട പോലെ നടക്കുന്നില്ലെന്ന ഒരു തോന്നലോ ആരോപണമോ ഉണ്ടാവാം. ഒന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോവുക. കാലിന് ഉളുക്കോ ചതവോ
ക്ഷതമോ വരാനുള്ള സാധ്യതയുണ്ട്. ഓരോ കാലടിയും വളരെ ശ്രദ്ധിച്ച് വയ്ക്കുക. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുകയും ശത്രുക്കൾ പോലും മിത്രമാകുന്ന ഒരവസരം വന്നു ചേരുകയും ചെയ്യും. രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരുന്നതാണ്. ശുക്രൻ മഹാലക്ഷ്മി കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു ദിവസമായി തീരട്ടെ ഈ ദിവസം എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഈ ചൊവ്വാഴ്ച അമ്മയുടെ അനുഗ്രഹത്താൽ മംഗളമായി തീരട്ടെ. സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.